ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? എ. സർദാർ വല്ലഭായ് പട്ടേൽ, ബി. ജവഹർലാൽ നെഹ്റു, സി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി. ശ്രീനാരായണ ഗുരു. ഉത്തരം എ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? എ. വരയാട്, ബി. പുലി, സി. ആന, ഡി. സിംഹം. ഉത്തരം എ. വരയാട്. പെട്രോളിയം ഖനനം ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? എ. മുംബൈ, ബി. മധ്യപ്രദേശ്, സി. കേരളം, ഡി. കർണാടക. ഉത്തരം ബി. മധ്യപ്രദേശ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? എ. 1950 ജനുവരി 24, ബി. 1950 ജനുവരി 25, സി. 1950 ജനുവരി 26, ഡി. 1950 ജനുവരി 28. ഉത്തരം സി. 1950 ജനുവരി 26. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. നൈൽ നദി, ബി. ആമസോൺ, സി. മിസിസിപ്പി, ഡി. ഗംഗ. ഉത്തരം എ. നൈൽ നദി. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? എ. കാർബൺ ഡയോക്സൈഡ്, ബി. ഹൈഡ്രജൻ, സി. ഓക്സിജൻ, ഡി. നൈട്രജൻ. ഉത്തരം ഡി. നൈട്രജൻ. ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം ഏത് മൃഗമാണ്? എ. സിംഹം, ബി. എമു, സി. കങ്കാരു, ഡി. മുതല. ഉത്തരം സി. കങ്കാരു. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? എ. ന്യൂഗിനിയ, ബി. ഹവായ്, സി. ആൻഡമാൻ നിക്കോബാർ, ഡി. ഗ്രീൻലാൻഡ്. ഉത്തരം ഡി. ഗ്രീൻലാൻഡ്. ഏറ്റവും ചൂട് ഏറിയ ഭൂഖണ്ഡം ഏതാണ്? എ. ആഫ്രിക്ക, ബി. വടക്കേ അമേരിക്ക, സി. ഓസ്ട്രേലിയ, ഡി. ഏഷ്യ. ഉത്തരം എ. ആഫ്രിക്ക. 100-ലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? എ. ആട്, ബി. പൂച്ച, സി. ആന, ഡി. സിംഹം. ഉത്തരം ബി. പൂച്ച. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ. പൂക്കോട് തടാകം, ബി. മാനാഞ്ചിറ തടാകം, സി. ശാസ്താംകോട്ട തടാകം, ഡി. അഷ്ടമുടി തടാകം. ഉത്തരം സി. ശാസ്താംകോട്ട തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? എ. കോഴിക്കോട്, ബി. വയനാട്, സി. മലപ്പുറം, ഡി. തൃശ്ശൂർ. ഉത്തരം ബി. വയനാട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? എ. ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ബി. അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം,
സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം, ഡി ഒന്നാം വട്ടമേശ സമ്മേളനം. ഉത്തരം എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? എ സിവിൽ നിയമലംഘനം, ബി നിസ്സഹകരണ സമരം, സി ഉപ്പ് സത്യാഗ്രഹം, ഡി പൂർണ്ണ സ്വരാജ്. ഉത്തരം ബി നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? എ റാഷ് ബിഹാരി ബോസ്, ബി ജയപ്രകാശ് നാരായണ, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി ലാൽ ലജ്പത് റായ്. ഉത്തരം സി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? എ വാഞ്ചി അയ്യർ, ബി അരുണ ആസിഫ് അലി, സി ചന്ദ്രശേഖർ ആസാദ്, ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഉത്തരം ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? എ ഡബ്ല്യു സി ബാനർജി, ബി ബാലഗംഗാധര തിലക്, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി ഫിറോസ് ഷാ മേത്ത. ഉത്തരം ബി ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? എ 44-ാം ഭരണഘടനാ ഭേദഗതി, ബി 42-ാം ഭരണഘടനാ ഭേദഗതി, സി 52-ാം ഭരണഘടനാ ഭേദഗതി, ഡി 54-ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം എ 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? എ സുപ്രീം കോടതി, ബി ജില്ലാ കോടതി, സി ഹൈക്കോടതി, ഡി മജിസ്ട്രേറ്റ് കോടതി. ഉത്തരം സി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? എ ജവഹർലാൽ നെഹ്റു, ബി ഡോക്ടർ ബി.ആർ. അംബേദ്കർ, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉത്തരം ബി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? എ ബ്രിട്ടൻ, ബി ദക്ഷിണാഫ്രിക്ക, സി ഇന്ത്യ, ഡി ഫ്രാൻസ്. ഉത്തരം സി ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ പരമാധികാരം, ബി മൗലിക അവകാശങ്ങൾ, സി സ്ഥിതി സമത്വം, ഡി റിപ്പബ്ലിക്. ഉത്തരം ബി മൗലിക അവകാശങ്ങൾ. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ ശ്രീനാരായണ ഗുരു, ബി കെ കേളപ്പൻ, സി സഹോദരൻ അയ്യപ്പൻ, ഡി അയ്യങ്കാളി. ഉത്തരം
എ ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? എ നരേന്ദ്രൻ, ബി നാണു, സി കുമാരഗുരുദേവൻ, ഡി അയ്യപ്പൻ. ഉത്തരം ഡി അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? എ അൽബുക്കർക്ക്, ബി ജവഹർലാൽ നെഹ്റു, സി തോമസ് ഹാർവേ ബാബർ, ഡി റാൽഫ് ഫിച്ച്. ഉത്തരം സി തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ പോണ്ടൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ പുന്നപ്ര വയലാർ സമരം, ബി ആറ്റിങ്ങൽ കലാപം, സി നിവർത്തന പ്രക്ഷോഭം, ഡി മലബാർ കലാപം. ഉത്തരം എ പുന്നപ്ര വയലാർ സമരം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? എ ചൈന, ബി ജപ്പാൻ, സി ഇന്ത്യ, ഡി നൈജീരിയ. ഉത്തരം എ ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? എ സാങ്കേതിക വിദ്യ, ബി പരിസ്ഥിതി, സി സംസ്കാരം, ഡി ഇതൊന്നുമല്ല. ഉത്തരം ബി പരിസ്ഥിതി. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എ ബോംബെ, ബി ഡൽഹി, സി മീററ്റ്, ഡി ബംഗാൾ. ഉത്തരം സി മീററ്റ്. ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്ന്? എ ഒക്ടോബർ 7, ബി മെയ് 11, സി ഫെബ്രുവരി 14, ഡി ഫെബ്രുവരി 28. ഉത്തരം ഡി ഫെബ്രുവരി 28. ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്കിമെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? എ 2016, ബി 2021, സി 2015, ഡി 2020. ഉത്തരം ബി 2021. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? എ അർജന്റീന, ബി നൈജീരിയ, സി ബ്രസീൽ, ഡി സൗദി അറേബ്യ. ഉത്തരം സി ബ്രസീൽ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ സത്ലജ്, ബി മഹാനദി, സി കൃഷ്ണ, ഡി നർമ്മദ. ഉത്തരം ഡി നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? എ ദുർഗാപൂർ, ബി ഭിലായ്, സി ബൊക്കാറോ, ഡി റൂർക്കല. ഉത്തരം ഡി റൂർക്കല. കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എ ഒഡീഷ, ബി ജാർഖണ്ഡ്, സി ഛത്തീസ്ഗഡ്, ഡി മധ്യപ്രദേശ്. ഉത്തരം സി ഛത്തീസ്ഗഡ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? എ പൂനെ, ബി ഹൈദരാബാദ്, സി ബാംഗ്ലൂർ, ഡി തിരുവനന്തപുരം.
ഉത്തരം ഡി ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി രാജസ്ഥാൻ, സി മഹാരാഷ്ട്ര, ഡി ഉത്തർപ്രദേശ്. ഉത്തരം ഡി ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? എ ബംഗാളി, ബി മറാഠി, സി ഹിന്ദി, ഡി ഗുജറാത്തി. ഉത്തരം എ ബംഗാളി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? എ 2003, ബി 2004, സി 2005, ഡി 2006. ഉത്തരം സി 2005. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടം എടുത്തതാണ്? എ സോവിയറ്റ് യൂണിയൻ, ബി അമേരിക്ക, സി ബ്രിട്ടൻ, ഡി കാനഡ. ഉത്തരം എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? എ ആർട്ടിക്കിൾ 31, ബി ആർട്ടിക്കിൾ 32, സി ആർട്ടിക്കിൾ 33, ഡി ആർട്ടിക്കിൾ 21. ഉത്തരം ബി ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? എ ആന, കാള, കടുവ, കുതിര, ബി ആന, പശു, സിംഹം, കുതിര, സി ആന, കാള, സിംഹം, കുതിര, ഡി ആന, പശു, കടുവ, കുതിര. ഉത്തരം സി ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തത് ഏത്? എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ബി സമത്വത്തിനുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി സ്വത്തവകാശം. ഉത്തരം ഡി സ്വത്തവകാശം. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? എ 1947 ജൂലൈ 22, ബി 1947 ആഗസ്റ്റ് 15, സി 1950 ജനുവരി 26, ഡി 1949 നവംബർ 26. ഉത്തരം എ 1947 ജൂലൈ 22. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? എ വാഗ്ഭടാനന്ദൻ, ബി കുമാരഗുരുദേവൻ, സി KP കറുപ്പൻ, ഡി സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ബി കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി ഫിറോസ് ഷാ മേത്ത, സി ബദ്രുദ്ദീൻ, ഡി ദാദാഭായ് നവറോജി. ഉത്തരം ഡി ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആര്? എ മൗണ്ട് ബാറ്റൺ പ്രഭു, ബി ജവഹർലാൽ നെഹ്റു, സി രാജേന്ദ്ര പ്രസാദ്, ഡി രാജഗോപാലാചാരി. ഉത്തരം എ മൗണ്ട് ബാറ്റൺ പ്രഭു.
കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? എ. സംസ്കൃത സർവകലാശാല, ബി. തിരുവിതാംകൂർ സർവകലാശാല, സി. മഹാത്മാഗാന്ധി സർവകലാശാല, ഡി. കണ്ണൂർ സർവകലാശാല. ഉത്തരം ബി. തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? എ. കെ. കേളപ്പൻ, ബി. മൊയ്തു മൗലവി, സി. കൃഷ്ണൻപിള്ള, ഡി. മാധവൻ നായർ. ഉത്തരം എ. കെ. കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ. വൈകുണ്ഠ സ്വാമികൾ, ബി. ചട്ടമ്പി സ്വാമികൾ, സി. ശ്രീനാരായണ ഗുരു, ഡി. അയ്യങ്കാളി. ഉത്തരം ബി. ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏത്? എ. പർവ്വതം, ബി. മലനാട്, സി. ഇടനാട്, ഡി. തീരപ്രദേശം. ഉത്തരം സി. ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? എ. വെള്ളയണി കായൽ, ബി. പൂക്കോട്ടു കായൽ, സി. ഏനമക്കാൽ കായൽ, ഡി. ശാസ്താംകോട്ട തടാകം. ഉത്തരം ഡി. ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായൽ ഏത്? എ. വേമ്പനാട്ടു കായൽ, ബി. കായംകുളം കായൽ, സി. അഷ്ടമുടി കായൽ, ഡി. പരവൂർ കായൽ. ഉത്തരം എ. വേമ്പനാട്ടു കായൽ. ഏത് ജില്ലാ ഭരണകൂടമാണ് 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? എ. കണ്ണൂർ, ബി. കോഴിക്കോട്, സി. മലപ്പുറം, ഡി. തൃശ്ശൂർ. ഉത്തരം എ. കണ്ണൂർ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എ. ഫംഗസ്, ബി. ബാക്ടീരിയ, സി. വൈറസ്, ഡി. പ്രോട്ടോസോവ. ഉത്തരം ബി. ബാക്ടീരിയ. ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? എ. ചിക്കൻ പോക്സ്, ബി. കുഷ്ഠരോഗം, സി. കോളറ, ഡി. മലമ്പനി. ഉത്തരം സി. കോളറ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആര്? എ. മുഹമ്മദ് ഷമി, ബി. ഹർദിക് പാണ്ഡ്യ, സി. മുഹമ്മദ് സിറാജ്, ഡി. ഇവരാരുമല്ല. ഉത്തരം സി. മുഹമ്മദ് സിറാജ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. ലേണൽ റോബിൻസ്, ബി. ആൽഫ്രഡ് മാർഷൽ, സി. അമർത്യ സെൻ, ഡി. ആഡം സ്മിത്ത്. ഉത്തരം ഡി. ആഡം സ്മിത്ത്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? എ. കരൾ, ബി. വൃക്ക, സി. ശ്വാസകോശം, ഡി. പാൻക്രിയാസ്. ഉത്തരം എ. കരൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? എ. പെരിയാർ, ബി. സൈലന്റ് വാലി, സി. വയനാട്, ഡി. പേപ്പാറ.
ഉത്തരം ബി സൈലന്റ് വാലി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്ത്? എ ഇരുമ്പ്, ബി പഞ്ചസാര, സി തുണിത്തരങ്ങൾ, ഡി ചണം. ഉത്തരം സി തുണിത്തരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? എ മുംബൈ, ബി രാജസ്ഥാൻ, സി ഗുജറാത്ത്, ഡി ജംഷഡ്പൂർ. ഉത്തരം ഡി ജംഷഡ്പൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആര്? എ ശ്യാമി പ്രസാദ് മുഖർജി, ബി ഷൺമുഖം ഷെട്ടി, സി ജഗ്ജീവൻ റാം, ഡി രാജ്കുമാർ. ഉത്തരം എ ശ്യാമി പ്രസാദ് മുഖർജി.